ഹായ് ലേണേഴ്സ്, എസ് ലേണേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC 10th ലെവൽ പ്രിലിമിനറി എക്സാംസിന് വേണ്ടി പ്രസിദ്ധീകരിച്ച പുതിയ സിലബസിനെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. PSC പരീക്ഷകളുടെ മുൻകാല ചോദ്യപേപ്പറുകളും സ്റ്റഡി മെറ്റീരിയൽസും PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് www.slearners.com സന്ദർശിക്കുക. കൂടുതൽ PSC വീഡിയോകൾക്കായി എസ് ലേണേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 1917 മുതൽ 1947 വരെ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെ പറ്റിയുള്ള 50 ക്വസ്റ്റ്യൻസും അതിനനുബന്ധമായിട്ടുള്ള കുറച്ച് വിവരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാർ സംസ്ഥാനത്താണ്. നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യന്മാർ ചൂഷണം ചെയ്യുന്നതിന് എതിരെ നടന്ന ഒരു പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല. രാജ്കുമാർ ശുക്ലയാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം. 1918 നടന്ന അഹമ്മദാബാദിലെ മിൽ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം. അഹമ്മദാബാദിലെ മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന ഒരു സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭം ഖേദ സത്യാഗ്രഹം. 1918 ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഖേദ സത്യാഗ്രഹം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ദിവസം 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ മാസം 13-ാം തീയതിയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം അമൃത്സർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട്. ഏതു നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ജാലിയൻ വാലാബാഗിൽ യോഗം ചേർന്നത്? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു. ക്രോളിംഗ് ഓർഡർ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏതു സംഭവവുമായി ബന്ധപ്പെട്ടാണ് പുറത്തിറക്കിയത്? ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ റെജിനാൾഡ് ഡയർ. ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവയ്ക്കാൻ അനുമതി നൽകിയ പഞ്ചാബിലെ ഗവർണർ മൈക്കിൾ ഒഡയർ. ജാലിയൻ വാലാബാഗ് സംഭവത്തെ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ദിവസമാണ് 1919 ഏപ്രിൽ മാസം 13-ാം തീയതി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം പഞ്ചാബ് സംസ്ഥാനത്തിലെ അമൃത്സർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട്. ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു
എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ജാലിയൻ വാലാബാഗിൽ യോഗം ചേർന്നത്. ക്രോളിംഗ് ഓർഡർ എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ റെജിനാൾഡ് ഡയർ ആണ്. എന്നാൽ ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബിലെ ഗവർണറാണ് മൈക്കിൾ ഒ ഡയർ. ജാലിയൻ വാലാബാഗ് സംഭവത്തെ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെപ്പറ്റി അന്വേഷിച്ച കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരികെ നൽകിയ ദേശീയ നേതാവ് രബീന്ദ്രനാഥ് ടാഗോർ. രബീന്ദ്രനാഥ് ടാഗോർ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരികെ നൽകിയ ദേശീയ നേതാവ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി തിരിച്ചു നൽകിയത് ഗാന്ധിജി, സരോജിനി നായിഡു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ് സർ സി ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയത് രബീന്ദ്രനാഥ് ടാഗോർ ആണ്. കൈസർ ഇ ഹിന്ദ് പദവി തിരിച്ചു നൽകിയ വ്യക്തികൾ ഗാന്ധിജിയും സരോജിനി നായിഡുവുമാണ്. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ് സർ സി ശങ്കരൻ നായരാണ്. മൈക്കിൾ ഒ ഡയറിനെ വധിച്ച ദേശാഭിമാനി ഉദ്ധം സിംഗ്. ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബിലെ ഗവർണറായ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച ധീരദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1940 ജൂലൈ 31. ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം 1920. 1920 ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നറിയപ്പെടുന്നത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നറിയപ്പെടുന്നത്. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. പ്രവിശ്യകളിലെ ദ്വിഭരണത്തെപ്പറ്റി പഠിക്കാൻ ഏർപ്പെടുത്തിയ കമ്മീഷനാണ് മുഡിമാൻ കമ്മിറ്റി. മുഡിമാൻ കമ്മിറ്റിയുടെ പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഇന്ത്യയിൽ ദ്വിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ചതും മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ്. പ്രവിശ്യകളിലെ ദ്വിഭരണത്തെപ്പറ്റി പഠിക്കാൻ ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്ന് അറിയപ്പെടുന്നു. നിസ്സഹരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് നിസ്സഹരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. നിസ്സഹരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1920 കൽക്കട്ട സമ്മേളനമാണ്. നിസ്സഹരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. നിസ്സഹരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി ബാലഗംഗാധര തിലക് രൂപീകരിച്ച ഫണ്ട് സ്വരാജ് ഫണ്ട്.
നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം നടന്നത് 1922 ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ്. നിസ്സഹരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവാണ് ഗാന്ധിജി. നിസ്സഹരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1920 കൽക്കട്ടയിൽ സമ്മേളിച്ച പ്രത്യേക സമ്മേളനമായിരുന്നു. നിസ്സഹരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. നിസ്സഹരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി തിലക് രൂപീകരിച്ച ഫണ്ടാണ് സ്വരാജ് ഫണ്ട്. നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ യൂണിഫോം ഖാദിയായി തീർന്നത് 1921. 1921 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ യൂണിഫോം ഖാദിയാക്കി മാറ്റിയത്. സ്വരാജ് പാർട്ടി രൂപീകൃതമായത് 1923 ജാനുവരി 1. 1923 ജാനുവരി മാസം 1-ാം തീയതിയാണ് സ്വരാജ് പാർട്ടി രൂപീകൃതമായത്. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത സമ്മേളനം 1922 ഗയ സമ്മേളനമാണ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം അലഹബാദ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. 1923 ജാനുവരി മാസം 1-ാം തീയതിയാണ് സ്വരാജ് പാർട്ടി രൂപം കൊണ്ടത്. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്ത പ്രധാന നേതാക്കളാണ് CR ദാസ്, മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത സമ്മേളനം 1922 ഗയ സമ്മേളനം. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം അലഹബാദ് ആണ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് CR ദാസും ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവും ആയിരുന്നു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്ന വർഷം 1928 ഫെബ്രുവരി 3. 1928 ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നത്. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു. സൈമൺ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 7. സൈമൺ കമ്മീഷനിൽ ആകെ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. സൈമൺ കമ്മീഷന്റെ ചെയർമാൻ ജോൺ സൈമൺ. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യം സൈമൺ ഗോ ബാക്ക്. സൈമൺ കമ്മീഷനിൽ ഇന്ത്യക്കാർ ആരും തന്നെ ഇല്ലായിരുന്നതായിരുന്നു സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് അടിയേറ്റു മരിച്ച നേതാവ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാണ് സാൻഡേഴ്സൺ. സാൻഡേഴ്സനെ വധിച്ച ധീരദേശാഭിമാനി ഭഗത് സിംഗ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയ വർഷം 1929 മാർച്ച് 3. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം
1930. സൈമൺ കമ്മീഷനിൽ ആകെ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. സൈമൺ കമ്മീഷന്റെ ചെയർമാൻ ജോൺ സൈമൺ ആയിരുന്നു. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യമാണ് ഗോ ബാക്ക് സൈമൺ. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ വച്ച് നടന്ന പ്രതിഷേധത്തിൽ അടിയേറ്റു മരിച്ച ഇന്ത്യയിലെ ദേശീയ നേതാവാണ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായെ വധിച്ചത് സാൻഡേഴ്സൺ. സാൻഡേഴ്സനെ വധിച്ച ധീരദേശാഭിമാനിയാണ് ഭഗത് സിംഗ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയത് 1929 മാർച്ച് മാസം 3-ാം തീയതിയാണ്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1930. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സത്യാഗ്രഹം ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹമാണ് ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഗാന്ധിജിയാണ്. നെഹ്റു റിപ്പോർട്ടിന്റെ അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റുവാണ് നെഹ്റു റിപ്പോർട്ടിന്റെ അധ്യക്ഷൻ. നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് 1928 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് 1929 14 ഇന തത്വങ്ങൾക്ക് രൂപം നൽകിയ വ്യക്തി മുഹമ്മദ് അലി ജിന്ന. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12. 1930 മാർച്ച് മാസം 12-ാം തീയതിയാണ് ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം 78. ദണ്ഡി യാത്രയിൽ 78 പേരാണ് ഗാന്ധിജിയെ അനുഗമിച്ചത്. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ചിരുന്ന ഗാനമാണ് രഘുപതി രാഘവ രാജാറാം. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് അബ്ബാസ് തിയാബ്ജി. അബ്ബാസ് തിയാബ്ജിയാണ് ഗാന്ധിജിയുടെ അറസ്റ്റിനെ തുടർന്ന് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് റാണി ഗെയ്ഡിൻല്യൂ. റാണി ഗെയ്ഡിൻല്യൂ നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്നു. വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പൻ. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. പാലക്കാട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യർ. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ തൃശ്ശിനപ്പള്ളിയിൽ നിന്ന് വേദാരണ്യം കടപ്പുറത്തേക്ക് മാർച്ച് നടത്തിയത് സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരി വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നു. ഗാന്ധിജിയുടെ അറസ്റ്റിനെ തുടർന്ന് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അബ്ബാസ് തിയാബ്ജി. ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് റാണി ഗെയ്ഡിൻല്യൂ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്
ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബായിരുന്നു. എന്നാൽ പാലക്കാട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യറാണ്. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ തൃശ്ശിനപ്പള്ളിയിൽ നിന്നും വേദാരണ്യം കടപ്പുറത്തേക്ക് മാർച്ച് നടത്തിയ വ്യക്തിയാണ് സി രാജഗോപാലാചാരി. ഖുദായി ഖിദ്മത്ഗാർ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ നേതൃത്വം നൽകിയ ഒരു സംഘടനയാണ് ഖുദായി ഖിദ്മത്ഗാർ. ചുവന്ന കുപ്പായക്കാർ എന്നും ഖുദായി ഖിദ്മത്ഗാർ എന്ന സംഘടന അറിയപ്പെടുന്നു. എൽബയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്നു ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. എൽബയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു. കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്ന് ഉപ്പു സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത് H.N. ബ്രെയിൽസ്ഫോർഡ്. എൽബയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്നു ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റുവാണ്. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭുവാണ്. കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്ന് ഉപ്പു സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത് H.N. ബ്രെയിൽസ്ഫോർഡ് ആണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ കാരണമായ സന്ധി ഗാന്ധി ഇർവിൻ സന്ധി. 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ കാരണമായ സന്ധി. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930. 1930 ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം നടന്നത്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു. ആ സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു. INC പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 2. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് INC പങ്കെടുത്തത്. 1931 രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ INCയെ പ്രതിനിധീകരിച്ച വ്യക്തി ഗാന്ധിജി. സരോജിനി നായിഡു പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്ന വ്യക്തി മദൻ മോഹൻ മാളവ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ സന്ധി. 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് വെല്ലിംഗ്ടൺ പ്രഭുവാണ്. പുത്രികാ രാജ്യപദവി ഉടൻ നൽകണമെന്ന ഗാന്ധിജിയുടെ ആവശ്യം നിരാകരിക്കപ്പെട്ടതോടെ പരാജയപ്പെട്ട സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. 1931 രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത്. INC പങ്കെടുത്ത ആദ്യത്തെ വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ INCയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത വ്യക്തി ഗാന്ധിജി. സരോജിനി നായിഡു പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനമാണ്.
ഈ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നത് മദൻ മോഹൻ മാളവ്യയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ സന്ധി. 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് വെല്ലിംഗ്ടൺ പ്രഭുവാണ്. പുത്രികാ രാജ്യപദവി ഉടൻ നൽകണമെന്ന ഗാന്ധിജിയുടെ ആവശ്യം നിരാകരിക്കപ്പെട്ടതോടെ പരാജയപ്പെട്ട സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനം. മൂന്നാം വട്ടമേശ സമ്മേളനം. 1935 നിലവിൽ വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായി തീർന്ന വട്ടമേശ സമ്മേളനമാണ് 1932 നടന്ന മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിതയാണ് ജഹനാര ഷാനവാസ്. ജഹനാര ഷാനവാസ് ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരാണ് ഡോക്ടർ BR അംബേദ്കറും തേജ് ബഹദൂർ സപ്രുവും. ഇന്ത്യയിൽ പിന്നാക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യത്തെ പരിഷ്കാരം കമ്മ്യൂണൽ അവാർഡ്. ഇന്ത്യയിൽ പിന്നാക്ക സമുദായക്കാർക്കു വേണ്ടി പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യത്തെ പരിഷ്കാരമായിരുന്നു കമ്മ്യൂണൽ അവാർഡ്. കമ്മ്യൂണൽ അവാർഡ് നടപ്പിലാക്കിയ ദിവസം 1932 ഓഗസ്റ്റ് മാസം 16-ാം തീയതി. കമ്മ്യൂണൽ അവാർഡ് ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു റാംസെ മക്ഡൊണാൾഡ്. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി ആരംഭിച്ച നിരാഹാര സമരം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് 1932 പൂന പാക്ട്. ഗാന്ധിജിയും അംബേദ്കറും തമ്മിലാണ് പൂന പാക്ട് ഒപ്പുവച്ചത്. പൂനെയിലെ എർവാദ ജയിലിൽ വച്ചാണ് ഗാന്ധിജി പൂന പാക്ടിൽ ഒപ്പുവച്ചത്. ഇന്ത്യയിൽ പിന്നാക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യത്തെ ഭരണപരിഷ്കാരമാണ് കമ്മ്യൂണൽ അവാർഡ്. കമ്മ്യൂണൽ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1932 ഓഗസ്റ്റ് മാസം 16-ാം തീയതിയാണ്. കമ്മ്യൂണൽ അവാർഡ് ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററാണ് റാംസെ മക്ഡൊണാൾഡ്. കമ്മ്യൂണൽ അവാർഡിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി നിരാഹാര സമരം ആരംഭിച്ചു. ഗാന്ധിജി ഈ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടിയാണ് 1932 പൂന പാക്ട്. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂന പാക്ടിൽ ഒപ്പുവച്ചത് പൂനെയിലെ എർവാദ ജയിലിൽ വച്ചാണ്. കേന്ദ്രത്തിൽ ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെന്റ് സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് കേന്ദ്രത്തിൽ ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെന്റ് സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത ആക്ട്. സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണത്തിന് വ്യവസ്ഥ ചെയ്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഇതുപ്രകാരം കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭയ്ക്ക് വ്യവസ്ഥ ചെയ്തതും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. ബർമ്മയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. കേന്ദ്രത്തിൽ ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി വ്യവസ്ഥ ചെയ്യപ്പെട്ട ആക്ടാണ് 1935
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇതുപ്രകാരം സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. കേന്ദ്രങ്ങളിൽ ദ്വിഭരണത്തിനും വ്യവസ്ഥ ചെയ്തു. പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭയ്ക്ക് വ്യവസ്ഥ ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിനും വ്യവസ്ഥ ചെയ്തു. ബർമ്മയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുന്നതിന് കാരണമായ നിയമവും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ നടത്തിയ പ്രഖ്യാപനം ഓഗസ്റ്റ് ഓഫർ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണയെ ലക്ഷ്യം വച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ നടത്തിയ പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ. 1940 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഓഗസ്റ്റ് ഓഫർ വാഗ്ദാനം നടത്തിയത് ലിൻലിഗോ പ്രഭുവാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1942 മാർച്ച് 22. 1942 മാർച്ച് മാസം 22-ാം തീയതിയാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആയിരുന്നു. തകർന്ന ബാങ്കിൽ മാറാൻ കഴിയാത്ത കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. 1942 മാർച്ച് മാസം 22-ാം തീയതിയാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആയിരുന്നു. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരം ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യയിൽ ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ബോംബെ സമ്മേളനമാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചാണ്. ഗോവാലിയ ടാങ്ക് മൈതാനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടതോടുകൂടെ ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന് അറിയപ്പെടുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ബോംബെ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനമാണ്. അത് പിന്നീട് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെട്ടു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവാണ് ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഹരിജൻ. ഗാന്ധിജിയുടെ ഹരിജൻ എന്ന ദിനപത്രത്തിലാണ് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടത്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം നൽകിയ വ്യക്തി യൂസഫ് മെഹർ അലി. യൂസഫ് മെഹർ അലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം നൽകിയത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ജയപ്രകാശ് നാരായണൻ. എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര സമയത്ത് ബംഗാളിലെ താംലൂക്കിൽ സ്ഥാപിക്കപ്പെട്ട സമാന്തര ഗവൺമെന്റ് താമ്രലിപ്ത ജതിയ സർക്കാർ.
1942 ഡിസംബർ മാസം 17 സ്ഥാപിക്കപ്പെട്ട താമ്രലിപ്ത ജതിയ സർക്കാരാണ് ക്വിറ്റ് ഇന്ത്യ സമരസമയത്ത് ബംഗാളിലെ താംലൂക്കിൽ സ്ഥാപിക്കപ്പെട്ട സമാന്തര ഗവൺമെന്റ്. താമ്രലിപ്ത ജതിയ സർക്കാരിന് നേതൃത്വം കൊടുത്തത് സതീഷ് ചന്ദ്ര. ഈ ഗവൺമെന്റിന്റെ കീഴിലുണ്ടായിരുന്ന സൈനിക വിഭാഗമാണ് വിദ്യുത് വാഹിനി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവം കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ. ക്യാബിനറ്റ് മിഷൻ ഡൽഹിയിലെത്തിയത് എന്ന്? 1946 മാർച്ച് 24. 1946 മാർച്ച് മാസം 24-ാം തീയതിയാണ് ക്യാബിനറ്റ് മിഷൻ ഡൽഹിയിലെത്തിയത്. ഇന്ത്യയിൽ ഒരു ഇടക്കാല ദേശീയ ഗവൺമെന്റിന് രൂപം കൊടുക്കാൻ ശുപാർശ ചെയ്തത് ക്യാബിനറ്റ് മിഷനാണ്. 1946 ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ഇടക്കാല ദേശീയ ഗവൺമെന്റിന് രൂപം കൊടുക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് ക്യാബിനറ്റ് മിഷൻ. 1946 രൂപീകരിക്കപ്പെട്ട ഇടക്കാല ഗവൺമെന്റിന്റെ നേതൃത്വം ജവഹർലാൽ നെഹ്റുവിനായിരുന്നു. 1946 ക്യാബിനറ്റ് മിഷനെ നിയമിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. 1946 ക്യാബിനറ്റ് മിഷനെ നിയമിച്ച ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് ആറ്റ്ലി. 1946 നാവിക കലാപം നടന്നത് എവിടെ വച്ച്? ബോംബെ. ബോംബെയിൽ വച്ചിട്ടാണ് 1946 നാവിക കലാപം നടന്നത്. നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പലാണ് HMS തൽവാർ. നാവിക കലാപം നടന്ന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭു. വേവൽ പ്രഭുവാണ് നാവിക കലാപം നടന്ന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത്. ഇന്ത്യൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടുകൂടി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ക്ലെമന്റ് ആറ്റ്ലി നടത്തിയ ആറ്റ്ലി പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവയ്പ് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ക്ലെമന്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവയ്പ് എന്ന് വിശേഷിപ്പിച്ചത്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇപ്രകാരം പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധി. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി പറഞ്ഞ പ്രശസ്തമായ ഒരു വാക്യമാണ് ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന 1929 ലാഹോർ സമ്മേളനത്തിൽ വച്ചാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം
ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു. ഗാന്ധിജി ഏതു സംഭവത്തെക്കുറിച്ചാണ് ഇപ്രകാരം പറഞ്ഞത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെപ്പറ്റി പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് മഹാത്മാഗാന്ധി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.